ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നിങ്ങൾ വിചാരിക്കത്തില്ലേ ഞാൻ എവിടെ ഈ ഡ്രസ്സൊക്കെ മാറി എവിടെ പോകണമെന്ന് വിചാരിക്കത്തില്ലേ? വേറെ ഒന്നുമല്ല, തിരുവോണത്തിന് നമുക്ക് പുറത്തോട്ടൊന്നും പോകാനായിട്ട് പറ്റിയില്ല. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നെക്സ്റ്റ് ഡേ പ്രിൻസിനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്തു. അതിൻ്റെ ഇടയിൽ പ്രിൻസിൻ്റെ കുറച്ച് തള്ളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഷിപ്പിനെയൊക്കെ പറ്റി എന്തോക്കെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും ഞാൻ തലയാട്ടി ആ ശരി ശരി എന്നുള്ള രീതിയിൽ. ആസ് എ കപ്പിളായിട്ട് ഞങ്ങളുടെ ലാസ്റ്റത്തെ ഓണമാണ് ഈ വർഷത്തെ ഓണം. മേ ബി നെക്സ്റ്റ് ഇയർ നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആയിട്ടായിരിക്കും ഓണം ആഘോഷിക്കുന്നത്. നിങ്ങളീ കാണുന്നത് പ്രിൻസൺ വഴക്കിട്ടിട്ട് കരയുന്ന സീനല്ല. കൺമശി എഴുതിയ കണ്ണെരിയൊന്ന് നേരത്തെ കൂട്ടി അറിഞ്ഞിട്ട് പോലും ഞാനീ കണ്ണെഴുതിക്കൊണ്ടാണ് ഇന്ന് വന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് പോസൊക്കെ എടുത്തു. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എല്ലാം ചെയ്തു ഞാൻ. പിന്നെ എന്താ, പിന്നെ ഒരു റീലെടുക്കാൻ നോക്കി, പക്ഷേ സംഗതി പാളി. പിന്നെ നിങ്ങളീ കാണുന്നത് സാരി ഉടുക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാളുടെ രോദനമാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒറ്റക്ക് സാരി ഉടുക്കുന്നത്. പൊതുവേ എൻ്റെ ചേച്ചിയാണ് എന്നെ ഉടുപ്പിച്ച് തരാറുള്ളത്. അതിൻ്റെതായ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഞാൻ ഈ സാരി ഉടുത്തതിൽ നിങ്ങൾക്ക് കാണാം. അറ്റ് ലാസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഐ ആം സോ ടയേർഡ്. അപ്പം ഞാൻ പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ എനിക്ക് വെള്ളം വേണം. അപ്പോൾ പ്രിൻസ് തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വെള്ളം മേടിച്ചു. പക്ഷെ വെള്ളത്തിന് പകരം സ്പ്രൈറ്റാണ് മേടിച്ച കൂട്ടത്തിൽ എനിക്കൊരു ചോക്ലേറ്റും. ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ലുലു പോയി. വെയിലത്ത് പോകാനുള്ള മടിയുള്ളതുകൊണ്ട് ഞങ്ങൾ മെട്രോ പിടിച്ചാണ് പോയത്. മഹാരാജസിൽ നിന്ന് മെട്രോ കയറാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ട് നിർത്തിയത് MG റോഡിൻ്റെ അവിടെയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ MG റോഡിൽ നിന്ന് മെട്രോ ഒക്കെ പിടിച്ച് അങ്ങനെ ലുലു എത്തി. അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. സാരി ഉടുത്ത് പോകാൻ നല്ല പണിയുണ്ടായിരുന്നു. അതെൻ്റെ നടത്തം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ബിരിയാണി കഴിക്കാൻ പോയി. ദെൻ അത് കഴിഞ്ഞ് റിട്ടേൺ വന്നപ്പോൾ വിശാലിലൊന്ന് കയറണമായിരുന്നു. ഒരു ചെറിയ പർച്ചേസിങ്ങും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വിശാലിലും കയറി സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീടെത്തി. ഈവനിങ് വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം അത്യാവശ്യം ടയേർഡായിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ഒരു പടം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോക. ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഇപ്പോഴാണ് കാണാനായിട്ട് പോകാൻ പറ്റിയത്. പക്ഷേ അതിന് ഞാൻ ശരിക്കും റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. അടിപൊളി പടം, ഒന്നും പറയാനില്ല. ലാസ്റ്റ് പടം കണ്ടിറങ്ങിയപ്പോൾ സൂപ്പർ പടമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ നമ്മുടെ പനമ്പള്ളിയിലുള്ള കടയിലേക്ക് വിട്ടു. 24 hours 7 ഉള്ള കടയാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ആ കടയെ പറ്റി. പനമ്പള്ളിയിൽ ചായക്കടയിൽ പോയിട്ട് ഞങ്ങൾ 2 ബൂസ്റ്റ് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മൈൻഡ് റിലാക്സിങ് ബൂസ്റ്റായിരുന്നു. അങ്ങനെ ബൂസ്റ്റും കുടിച്ച് ഒരു നൈറ്റ് റൈഡും പാസ്സാക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിരുന്നു. എന്നെ വീട്ടിലാക്കിയിട്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടും പോയി. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഈ ഇന്നത്തെ ദിവസം? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബായ്, ടാറ്റ.